മയ്യനാട് ഗ്രാമപഞ്ചായത്തിലെ 11-ാം നമ്പർ അംഗനവാടിയുടെ 24-ാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു. പൊതുസമ്മേളനത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം ഇരവിപുരം MLA M. നൌഷാദ് നിർവഹിച്ചു. അംഗനവാടി ഉദ്ഘാടനത്തിന് പോയാൽ പോലും അവിടെ ഇത്രയും കൂട്ടമൊക്കെ കാണും, പക്ഷെ പകുതിയും അംഗനവാടി ടീച്ചർമാരായിരിക്കും. കാരണം ആ പ്രോജക്റ്റിലുള്ള അല്ലെങ്കിൽ ആ പഞ്ചായത്തിലുള്ള അംഗനവാടി ടീച്ചർമാരെല്ലാം വരും. പക്ഷെ ഇവിടെ അത് കാണാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, രക്ഷകർത്താക്കളുടെ നല്ല പങ്കാളിത്തം അവിടെ ഉള്ളതുപോലെ ഇല്ലല്ലോ. ഇതെന്നെ പഠിപ്പിക്കുന്നു ഞാൻ. ഈ നിത്യാഭ്യാസി ആനയെടുക്കുമെന്ന് പറഞ്ഞാൽ എത്ര വർഷമായിട്ട് ഇത് കാണുകയാണ്. വയനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെ. ഷാഹിദ അധ്യക്ഷതയായിരുന്നു. വയനാട് ഗ്രാമപഞ്ചായത്തിൽ തന്നെ നമുക്ക് അനുവദിക്കുന്ന ഫണ്ടിന്റെ, അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ലഭിക്കുന്ന ഫണ്ടിൽ ഏറ്റവും നല്ലൊരു ശതമാനം മാറ്റിവെച്ചിരിക്കുന്നത് അംഗൻവാടികൾക്ക് വേണ്ടിയാണ്. 1,25,00,000 രൂപ വരെ അനുവദിച്ച വർഷങ്ങളുമുണ്ട്. അത്രയും നല്ലൊരു ഭാവി തലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ടി സർക്കാർ സംരക്ഷിച്ചു വരുന്ന ഒരു പദ്ധതിയാണ് ICDS എന്ന് പറയുന്നത്. മുഖത്തല ബ്ലോക്ക് പ്രസിഡന്റ് B. യശോദ സമ്മാനദാനം നിർവഹിച്ചത്. സമ്മേളനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ നേടിയ കൊല്ലം DYSP പ്രദീപ് കുമാർ എയെയും ഏറ്റവും നല്ല അംഗനവാടി ടീച്ചർക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ വത്സല എന്നിവരെയും അനുമോദിച്ചു. ചടങ്ങിന് ALMSC അംഗം സന്തോഷ് കുമാർ സ്വാഗതം പറയുകയും വയനാട് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ D. ഷീല, ഗ്രാമപഞ്ചായത്ത് അംഗം സൗമ്യ MS, സംഘാടക സമിതി കൺവീനർ ശരത് രാജു എന്നിവർ ആശംസകൾ അർപ്പിക്കുകയും അംഗനവാടി ടീച്ചർ ഗീതാകുമാരി കൃതജ്ഞത രേഖപ്പെടുത്തുകയും ചെയ്തു. തുടർന്ന് അംഗനവാടി കുട്ടികളുടെ വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.